പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരി ദുഃഖമുള്ള ദിവസമാണ്. അവസാനം വന്ന ദുഃഖവാർത്ത പുഷ്പന്റെ മരണമാണ്. കൂത്തുപറമ്പിൽ വെച്ച് വെടികൊണ്ട് 30 കൊല്ലം കിടന്നിട്ട് മരിച്ച ഒരു വ്യക്തിയുടെ മരണം. വല്ലാത്തൊരു വേദനയും ദുഃഖവുമൊക്കെയാണ് നമുക്ക് നൽകിയത്. എം.വി. രാഘവൻ സാറിൻ്റെ സമയത്താണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. 5 പേർ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 5 പേർക്ക് ഒരു ദിവസം കൊണ്ട് മരിക്കാൻ സാധിച്ചു. സഖാവ് പുഷ്പൻ 30 കൊല്ലം കിടന്നാണ് മരിക്കുന്നത്. ഏതാണ്ട് 23-24 വയസ്സിൽ. അദ്ദേഹത്തിന് 53 52 വയസ്സേ കാണും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചൊന്നും വലിയ വിവരം എനിക്കില്ല. എന്നാലും അദ്ദേഹം ഏകനായി ജീവിച്ചിരുന്നു എന്നതാണ് എൻ്റെ ഒരു ചിന്ത. അദ്ദേഹത്തെ ഞാൻ വളരെ വ്യക്തമായി ഓർക്കാൻ ഉള്ള കാരണം, കോടിയേരി ബാലകൃഷ്ണ സഖാവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ ഇദ്ദേഹത്തെ, അതായത് പുഷ്പനെ, സ്ട്രക്ചറിൽ കൊണ്ടുവന്നു. അപ്പോഴന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്നേഹം എന്താണ്. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ യുവത അല്ലെങ്കിൽ യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബാംഗ്ലൂരിൽ നിന്ന് പഠനത്തിന് ശേഷമോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അന്നത്തെയും ഇന്നത്തെയും യുവതി യുവാക്കന്മാർക്ക് തീജ്വലിക്കുന്ന പ്രകാശത്തിൻ്റെ ഗോപുരമായിരുന്നു പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിന് ഒരുപാട് പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കും. 1994 നവംബർ 25 അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഇന്നത്തെ സഖാക്കന്മാരോട് പുഷ്പനെ ചൊല്ലി നമുക്ക്, പുഷ്പനെ അറിയാവുന്ന ഒരു പാട്ടുണ്ട്. ആ പുഷ്പനെ, സഖാവ് പുഷ്പനെ ഓർത്തുകൊണ്ട് ഞാൻ പറയാണ്, ആദർശത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുകയും ഒന്നും സമ്പാദിക്കുകയും, പക്ഷേ പാർട്ടി ഒരു വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലാതെ സ്വന്തമായിട്ട് മറ്റൊന്നും സമ്പാദിക്കുകയും ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള അഴിമതിക്കും ഇതുവരെ പേര് കേൾക്കാതെ ഇന്നും പാർട്ടി പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ഒരു ഉന്നതനായ സഖാവാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ലാൽ സലാം സഖാക്കളെ എന്ന് ഞാൻ വിളിച്ചുകൊണ്ട് പുഷ്പൻ്റെ ശക്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപാട് ആദരാഞ്ജലികൾ, രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജോൺസൺ കരു.